ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ എടുക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറിയത്. രാത്രി തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകി വെച്ചടക്കം ഒന്ന് തുടച്ചു വിട്ടിട്ടാവും പോയി കിടക്കുക. അതുകൊണ്ട് പിന്നെ രാവിലെ അതിൻ്റെ പണി ഉണ്ടാവില്ല. ഏട്ടനിപ്പോൾ ഒരു 8:30 ആകുമ്പോഴാണ് പണിക്ക് പോകേണ്ടത്. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 7 മണിക്ക് പണിക്ക് പോകണം. അപ്പോൾ നമുക്ക് രാവിലെ പുറത്ത് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് വൈകിട്ടൊക്കെ ആവും ചെയ്യുക. അതുപോലെ കുറച്ച് നേരത്തെ എണീക്കേണ്ടി വരും. ഇപ്പോൾ 8:30 പോയാൽ മതി. അതുകൊണ്ട് ഞാൻ ഒരു 6 മണിക്കൊക്കെ എണീറ്റത്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ചപ്പാത്തിയും ഇഷ്ടിക്കറിയാണ് ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചപ്പാത്തി, ഗോതമ്പ് ദോശയൊക്കെ തന്നെ ഉണ്ടാക്കൽ. പിന്നെ ഇവിടെ ഒരുപാട് പലതരം പലഹാരങ്ങളുണ്ട് കേട്ടോ. ഇലയപ്പരത്തി, ഓട്ടട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പലഹാരങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ചെറിയ ചെറിയ വീഡിയോസായി ഞാൻ ചെയ്യുന്നതായിരിക്കും. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരങ്ങളാണ്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ഞാൻ രാവിലെ 5-6 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. എന്താ അത്ര കുറച്ച് ഉണ്ടാക്കുന്ന മാവ് എടുത്തേക്കെന്ന് വിചാരിക്കേണ്ട. ഞാൻ 5-6 ചപ്പാത്തി ഉണ്ടാക്കുള്ളൂ. കാരണം ഞങ്ങൾ 2 ആൾക്കാരുള്ളൂ. വെറുതെ കളയാനായിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല. കറക്റ്റ് ഏകദേശം അളവിൽ തന്നെ ഞാൻ ഉണ്ടാക്കുള്ളൂ. പിന്നെ കറി കുറച്ച് കൂടുതലുണ്ടാകും, കാരണം കറി വേണം, ഏട്ടനിക്ക് നല്ല കറി വേണം. അപ്പോൾ കറി കുറച്ച് കൂടുതലുണ്ടാകും. പക്ഷേ ചപ്പാത്തി ആവശ്യത്തിന് ഉണ്ടാക്കുകയുള്ളൂ, കളയാനായിട്ട് ഞാൻ ഉണ്ടാക്കില്ല. ഇന്നിപ്പോൾ പുറത്ത് പണിയൊക്കെ വേഗം കഴിഞ്ഞതുകൊണ്ട് ഇനി ചോറും കറിയൊക്കെ ഉണ്ടാക്കാനേ ഉള്ളൂ. ചായക്കടിയൊക്കെ ഇപ്പോൾ ആയിക്കഴിഞ്ഞാൽ ഏട്ടൻ 8:30 ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ 11 മണിക്ക് ബാക്കിയുള്ള പണി നോക്കുകയുള്ളൂ. ആ സമയത്താണ് മീൻകാരൻ വരിക. ഒരു 10:30 ആകുമ്പോൾ മീൻകാരൻ വരിക. മീൻ വാങ്ങിച്ച് നന്നാക്കി കറി വെച്ച് കഴിഞ്ഞിട്ട് ചോറിൻ്റെ പണിയൊക്കെ നോക്കുകയുള്ളൂ. പിന്നെ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, വീഡിയോസ് എടുക്കുന്നത്. ഒരു കൈ ഫോൺ വെച്ചിട്ടാണ്, ഒരു കൈ വെച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അതാണ് ചില സമയത്തൊന്നും വീഡിയോസ് അങ്ങോട്ട് നല്ല ക്ലിയറിൽ കിട്ടാത്തത്. അപ്പം ഞാനിപ്പോൾ ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വൃത്തിയിൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. രാവിലെ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എനിക്ക് പണി, കാരണം 2 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ വേഗം പണി കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ റൊട്ടീന്. പിന്നെ ഒരു 11 മണിയൊക്കെ ആവും പിന്നെ ബാക്കിയുള്ള പണി തുടങ്ങാൻ. ഇന്നലെ ഒരു താത്ത വീഡിയോയ്ക്ക് താഴെ കമൻറ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എന്നെപ്പോലുള്ള പുതിയ യൂട്യൂബേഴ്സിന് അങ്ങനെയുള്ള കമൻറ്റും ലൈക്കും അതുപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്ന സമയത്താണ് നമുക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടുക. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്നാലും നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ അതൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കറിയാം എൻ്റെ വീഡിയോസ് ചെറിയതായിട്ട് ക്ലിയർ കുറവാണെന്നറിയാം, ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടെന്നറിയാം. അത് നമ്മൾ ട്രൈപോഡ് വാങ്ങിക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ വൃത്തിയിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഒരാൾ എടുത്തു തരാൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് ഇത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.